ഹലോ ഗായ്സ്, അപ്പോൾ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. ആദ്യം ഇതുപോലെ മാങ്ങ എടുത്ത് നല്ലപോലെ കഴുകി മൊത്തം തൊലി കളയണ്ട. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഇതുപോലെ കറുത്തായിട്ടിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഇത് എടുത്ത് കളയുന്നുള്ളൂ. അല്ലാതെ തൊലിയൊന്നും കളയണ്ട, അല്ലാതെ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇടുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 3-4 മാങ്ങയും 2 പച്ചമുളകും ഇതേ ഷേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഈ മാങ്ങ നല്ല പുളിയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ പച്ചമുളക് ആൾക്കാരുടെ എരിവ് അനുസരിച്ച് നമുക്കിടാം. ഇവിടെ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. മാങ്ങ നല്ല പുളി ആയതുകൊണ്ട് ആദ്യം മാങ്ങയും ലേശം ഉപ്പും കായപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ദിവസം മൊത്തം വച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇതുപോലെ ആക്കി, പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസമാണ് അച്ചാറിടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു ദിവസം മൊത്തം ഇരുന്ന മാങ്ങയാണ് കേട്ടോ. അങ്ങനെ അമ്മ ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. എൻ്റെ അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ മുളകാണ് ഞങ്ങൾ എടുക്കുന്നത്, വറ്റൽ മുളക്. ഇതുപോലെ അതിൻ്റെ ഇത് ഞെട്ട് കളഞ്ഞിട്ട് ഇത്രയും മുളകെടുത്ത് വെള്ളത്തിൻ്റെ അകത്ത്, ഇപ്പം രാവിലെയാണ് രാവിലെയാണ് ഇപ്പം വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് ഉച്ചയ്ക്കാണ് അച്ചാർ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ ഇട്ട് വെച്ച മുളകാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കടുകും ചേർക്കുന്നുണ്ട്. കടുക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടാണ് ഈ പേസ്റ്റ് പോലെ ഈ പരുവമാണ് നല്ലത്. ഈ പരുവത്തിന് നല്ലപോലെ എടുത്ത് ഇതേ പരുവത്തിന് എടുത്താൽ നല്ലപോലെ അച്ചാർ കിട്ടും. പിന്നെ ഒരു പാൻ എടുക്കുക, പിന്നെ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ള ലേശം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചൂടാവുന്ന വരെ ഒന്ന് നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നിട്ട് നമുക്കിതിൽ മാങ്ങയുടെ ആ വെള്ളം ഇരിപ്പുണ്ട്, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ആ മാങ്ങയിൽ തന്നെ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഈ പരുവത്തിനാകുമ്പം മാങ്ങ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം മാങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് മൊത്തത്തോടെ അങ്ങ് ഓഫ് ചെയ്ത് നല്ലപോലെ ഇളക്കി വച്ചിരുന്നാൽ നല്ല മാങ്ങ അച്ചാറായിട്ട് കിട്ടും. ചോറിൻ്റെ കൂടെ തിന്നാൻ മാങ്ങ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, മാങ്ങ അച്ചാർ. അപ്പം ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.